ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും, അത് സെയിൽസിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും അതല്ല നിങ്ങളുടെ കോർപ്പറേറ്റ് ലൈഫിലാണെങ്കിലും ഇതൊന്നുമല്ല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിലാണെങ്കിലും നിങ്ങളൊരു ലീഡറായി മാറണം. ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടെങ്കിലും മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ മഹാനായ നേതാവായിട്ടാണ് കാണുന്നത്. എലോൺ മസ്ക് റീസെന്റ് ആണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ടെസ്ലയുമായി വന്നിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ആ ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു മിടുക്കനായ നേതാവാണ്, ലീഡറാണ്. സ്റ്റീവ് ജോബ്സിനെ എടുത്തു കഴിഞ്ഞാലും ഐഫോൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലൂടെ ആ മേഖലയിലെ തന്നെ ഒരു ലീഡറാണ് അദ്ദേഹം. എന്താണ് ഇവർക്കൊക്കെ മറ്റുള്ള ആളുകളിൽ നിന്നുള്ള വ്യത്യാസം? ദ ആൻസർ ഈസ് അവർക്കുള്ളിലുള്ള ലീഡർഷിപ്പ് അല്ലെങ്കിൽ നേതൃത്വ പാഠവം തന്നെയാണ്. നിങ്ങൾക്കും ഒരു മികച്ച നേതാവാകാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ മേഖലയിൽ ഹൈലി പ്രൊഫഷണൽ ആവാനും ഒരു കൂട്ടം ആളുകളെ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു നേതാവാകാനും കഴിയും. ഒരു മിടുക്കനായ നേതാവാകാൻ കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കും വിജയിക്കാം. എങ്ങനെ ഒരു നേതാവാകാം? എന്തൊക്കെയാണ് ഒരു നേതാവിന്റെ സവിശേഷ ഗുണങ്ങൾ? എന്താണ് ലീഡർഷിപ്പ് DNA എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ലീഡർ എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ലൈഫിലെ പേർപ്പസും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു കുഞ്ഞുകുട്ടി മുതൽ വളരെ പ്രായമായ ഒരു വ്യക്തിക്ക് വരെ എങ്ങനെ മികച്ച ഒരു നേതാവാകാം എന്ന് പഠിക്കാൻ സഹായിക്കുന്ന, അത് പരിശീലിക്കാൻ സഹായിക്കുന്ന ലീഡർഷിപ്പ് ട്രാൻസ്ഫോർമേഷണൽ വർക്ക്ഷോപ്പ് നിങ്ങൾക്കും ഈ കാണുന്ന ലിങ്ക് വഴി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 5 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ വർക്ക്ഷോപ്പ് നിങ്ങൾക്കുള്ളിലെ മിടുക്കനായ നേതാവിനെ പുറത്തെടുക്കാൻ തീർച്ചയായിട്ടും സഹായകരമാവും.